Hello friends, welcome to my YouTube channel Haru and Tanu. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തക്കാളി ചോറ് അഥവാ ടൊമാറ്റോ റൈസ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ ടൊമാറ്റോ റൈസ് തയ്യാറാക്കുന്നത് ഒരു പ്രഷർ കുക്കറിലാണ്. കുക്കറിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ഇതിലേക്ക് അധികം മസാലയൊന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസ് ആണ് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ബാംഗ്ലൂരിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഓഫീസ് ക്യാൻറ്റീനിൽ ടൊമാറ്റോ റൈസ് കിട്ടും ഉച്ചയ്ക്ക് ലഞ്ചിന്. അധികം മസാല ഫ്ലേവേഴ്സ് ഒന്നുമില്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ആണ്, പക്ഷെ നല്ല ഫില്ലിംഗ് ആണ്. അപ്പോൾ അതുപോലുള്ളൊരു ടൊമാറ്റോ റൈസ് ആണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് നല്ലൊരു വാസന വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 സവോള നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവോള ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പണി എളുപ്പം തീരും. നമ്മുടെ മടി പിടിച്ചിരിക്കുന്ന ഒരു സൺഡേ ഒക്കെ നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. സവോള ഇവിടെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ നമുക്ക് ചേർക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ്. 2 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. നമ്മുടെ ടൊമാറ്റോ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് സാമ്പാർ പൊടി സഹായിക്കും. പൊടികളൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഒന്ന് ലോ ആക്കി വയ്ക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 4 തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ നമ്മുടെ ടൊമാറ്റോ റൈസിന് നല്ലൊരു കളർ ഉണ്ടാകും. അതുകൊണ്ട് പഴുത്ത തക്കാളി സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തക്കാളി കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളി ഇതിൻ്റെ ഒപ്പം ഒന്ന് ഉടഞ്ഞു ചേരണം. നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. ഒരു ചെറിയ തേങ്ങയുടെ പാല് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിന്നിവിടെ 3.5 കപ്പ് കൈമ റൈസിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്കാണ് പറയുന്നത്. ഞാനിവിടെ 3.5 കപ്പ് കൈമ റൈസിന് 7 കപ്പ് തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. വെള്ളത്തിന് പകരമായിട്ട് തേങ്ങാപ്പാൽ യൂസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. നമ്മൾ എത്ര റൈസ് എടുക്കണോ അതിൻ്റെ ഡബിളായിട്ട് വെള്ളം എടുക്കണം, അത്രയും ഓർത്താൽ മാത്രം മതി. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. ഉപ്പ് പൊടിക്കൊന്നും മുൻപോട്ടായിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ റൈസ് ഉണ്ടാക്കിയതിന് ശേഷം നല്ല കറക്റ്റ് ആയിട്ടുള്ള ഉപ്പിൻ്റെ പാകം നമുക്ക് കിട്ടുകയുള്ളൂ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തള വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. 3.5 കപ്പ് കൈമ റൈസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കൈമ റൈസിന് പകരമായിട്ട് നമുക്ക് ബസ്മതി റൈസും യൂസ് ചെയ്യാവുന്നതാണ്. കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്ന കൈമ റൈസ് വെള്ളം പോകാനായിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡയറക്റ്റായിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് ഇടുകയാണെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ കണക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ചോറ് അധികമായിട്ട് വെന്ത് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം മുഴുവനായിട്ട് തോർന്നു പൊക്കോളും. എന്നിട്ട് നമുക്ക് അരി തിളയ്ക്കുന്ന തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് 1 വിസിൽ, അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഒരു വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കുകയാണ്. നല്ല കറക്റ്റായിട്ട് വെന്ത് നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയാണ്. തേങ്ങാപ്പാലൊക്കെ തയ്യാറാക്കാൻ മടിയുണ്ടെങ്കിൽ തേങ്ങാപ്പാലിന് പകരമായിട്ട് വെള്ളം ചേർത്താലും മതി. പക്ഷെ തീർച്ചയായിട്ടും തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത്. അവസാനമായിട്ട് നമ്മുടെ ടൊമാറ്റോ റൈസ് ഒന്ന് താളിച്ചിടണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് എന്നിവ നമുക്ക് ചേർക്കാം.
ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കപ്പലണ്ടി, കശുവണ്ടി, കിസ്മിസ് എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ടൊമാറ്റോ റൈസിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് സഹായിക്കും. കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വറവൽ നമുക്ക് ടൊമാറ്റോ റൈസിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയാണ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് വേറെ സൈഡ് ഡിഷിനൊന്നും ആവശ്യമില്ല. എങ്കിലും നമുക്ക് ഒനിയൻ റൈത്ത അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പിക്കിളിൻ്റെ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.